കലോത്സവങ്ങളിൽ പണക്കൊഴുപ്പല്ല പ്രതിഭയാണ് തെളിയിക്കപ്പെടേണ്ടതെന്ന് റഫീഖ് അഹമ്മദ്. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കലോത്സവ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാമേളകൾ പലപ്പോഴും പണക്കൊഴുപ്പിന്റെയും പൊങ്ങച്ചത്തിന്റെയും വേദികളായി മാറുകയാണ്. ഇതിനിടയിൽ പ്രതിഭയുള്ള കുട്ടികളുടെ കഴിവുകൾ കാണാതെ പോകുന്ന സാഹചര്യമുണ്ട്. പ്രതിഭയുള്ളവർ ഏതു സാഹചര്യത്തെയും മറികടന്നും പുറത്തുവരിക തന്നെ ചെയ്യും. തന്റെ വിദ്യാഭ്യാസ കാലത്ത് സംസ്ഥാന തലത്തിൽ കവിതാ രചനാ മത്സരത്തിൽ പങ്കെടുത്തുവെങ്കിലും സമ്മാനം വാങ്ങാതെ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. എന്നാൽ അന്ന് സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ പിന്നീട് കലാരംഗത്ത് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രതിഭ തന്നെ ഒരു കലാപ്രവർത്തകനാക്കി മാറ്റുകയായിരുന്നു. അതിനാൽ മത്സരങ്ങളിൽ സമ്മാനം നേടാനായില്ലെങ്കിലും യഥാർത്ഥ പ്രതിഭകളെ കാലം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. താങ്കളുടെ വിദ്യാഭ്യാസ കാലത്ത് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അന്നത്തെ കലോത്സവവും ഇന്നത്തെ കലോത്സവവും തമ്മിലുള്ള വ്യത്യാസം? അല്ല, ഇന്നത്തെ അത്ര വർണ്ണശബളമൊന്നും ആയിരുന്നില്ലെങ്കിലും ഒരുവിധം ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നിരുന്നത്. ഞാനതിൽ നിന്ന് ജില്ലാ കലോത്സവം വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന ഇതിലും പങ്കെടുത്തിരുന്നു, പക്ഷേ സമ്മാനമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതിൽ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുട്ടികളുടെ പാർട്ടിസിപ്പേഷനാണ് ഇതിൽ പ്രധാനം. ഇതിൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ള മത്സരങ്ങളും വാശികളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്സവമായിട്ട് മാറ്റാനാണ് ഇത് വേണ്ടത്. ഞാൻ കവിതയും ചിത്രരചനയ്ക്കാണ് ജില്ലാതലത്തിൽ വരെ മത്സരിച്ചു. കവിതയ്ക്ക് മത്സരിച്ചു. കവിതയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ സംസ്ഥാന തലത്തിൽ പോയി. സംസ്ഥാന തലത്തിൽ കിട്ടിയില്ല. സംസ്ഥാന തലത്തിൽ അന്ന് കിട്ടിയത് ആർക്കായിരുന്നു ഓർമ്മയില്ല. അങ്ങനെ പിന്നെ പിന്നീട് അറിയപ്പെടുന്ന ഒരു രീതിയിൽ വന്നിട്ടുള്ള ആരും ആയിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും അന്നത്തെയും ഇന്നത്തെയും കലോത്സവത്തിൻ്റെ വ്യത്യാസങ്ങൾ അദ്ദേഹം നമ്മളോട് പറയുകയായിരുന്നു. വളരെ നന്ദി.